ഹലോ. ഇന്ന് എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നതിനെക്കാട്ടിലും കുറച്ച് നേരത്തെ എഴുന്നേറ്റു കേട്ടോ. എല്ലാവരും ചോറ് കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ചോറാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. അരിയൊക്കെ അടുപ്പത്തിട്ടു. പിന്നെ എടുത്ത് തിളപ്പിച്ച റൈസ് കുക്കറിൽ വെച്ചാൽ പിന്നെ പോകാനാകുമ്പോഴേക്ക് ചീട്ടെടുത്താൽ മതി. അപ്പോഴേക്ക് എൻ്റെ പാറുമ്പോൾ എണീച്ചു വന്നു. എൻ്റെ പാറോട്ട് നേരത്തെ എഴുന്നേക്കും കേട്ടോ. സന്ധ്യയ്ക്ക് കിടന്നുറങ്ങി നേരത്തെ എഴുന്നേക്കും. അവിടെ എല്ലാവരെയും പറഞ്ഞു വിട്ടു. ഞാൻ ക്ലാസ്സിന് പോകാൻ വേണ്ടി റെഡി ആവാം കേട്ടോ. കുറച്ച് കാര്യമായിട്ട് തന്നെ എടുത്തു. പിന്നെ ഒരുപാട് പൊട്ടിയടിക്കുന്നത് നിങ്ങളെ കാണിച്ച് വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ 3-4 ക്ലിപ്പ് കളഞ്ഞു ഗൈസ്. നിങ്ങളിത് വെച്ച് സമാധാനപ്പെടും. ഒന്നുമില്ല, ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ, പിന്നെ പൗഡർ കുറേ ഇങ്ങനെ വാരിപ്പൊത്താം. ഇപ്പോൾ കണ്ണെഴുതി ഞാൻ കണ്ണിലിട്ട് കുത്തിയാന. ഫോൺ നോക്കിയിട്ട് കണ്ണെഴുതിയത് എങ്ങോട്ടാണ് പോകണതെന്ന് മനസ്സിലാവണില്ല. ഞാൻ പിന്നെ കണ്ണാടി നോക്കി കണ്ണെഴുതി. വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലത്തെ ഒരുങ്ങൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ ഇന്ന് കുളിച്ചു. ഞാൻ എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. രാവിലെ പോകുമ്പോൾ തല നനയ്ക്കാറില്ല. തല നനച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്കൂട്ടിയിൽ പോകുമ്പോൾ മുടി അഴിച്ചിട്ടിട്ട് പോകുമ്പോൾ മൊത്തം കെട്ടാവും. കെട്ടി വെച്ചിട്ട് പോയാൽ പിന്നെ വലിയ അലമ്പില്ലല്ലോ. പിന്നെ ലിപ്സ്റ്റിക്ക് ഇടാതെ എന്ത് പരിപാടി. ലിപ്സ്റ്റിക്കൊക്കെ വാരി ഞാൻ പൊത്തി. ഞങ്ങൾ പകുതി വഴി എത്തിയപ്പോഴേക്ക് നല്ല പെരുമഴ. വണ്ടി അവിടെ നിർത്തി. പാലാത്തോടെ എത്തിയപ്പോഴേക്കും മഴ. വണ്ടി അവിടെ നിർത്തിയിരുന്നു. ബസ്സിന് കയറി പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് പോകുമ്പോൾ നനയൂലേ, കുട എടുത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അനിയേട്ടനെ കണ്ടു. അനിയേട്ടൻ വെറുതെ ഒന്ന് വരുന്നു എന്ന് ചോദിച്ചു. ഞങ്ങളൊന്നും നോക്കാതെ ചാടിക്കയറി വണ്ടിയിലെടുക്കും. പിന്നെ ക്ലാസ്സിലൊന്നും എടുത്തില്ല കേട്ടോ. മിസ് ഞങ്ങളെ പേടിപ്പിച്ചു. ക്ലാസ്സൊന്നും ആരെയും കാണിക്കേണ്ട പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ക്ലാസ്സൊന്നും വേണ്ട. തിരിച്ചു വന്നപ്പോഴേക്ക് എന്തോ ഭാഗ്യത്തിന് മഴയില്ലായിരുന്നു. പിന്നെ പ്രകൃതി ഭംഗിയൊക്കെ അങ്ങോട്ട് ആസ്വദിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഭാഗ്യത്തിന് ആരും അവളെ ഓവർടേക്ക് ചെയ്തില്ല. ആരെങ്കിലും അവളെ ഓവർടേക്ക് ചെയ്ത് അവൾക്ക് പിന്നെ പ്രാന്താണ്. ഞാനെങ്ങാനും വല്ല വഴിയിലും മറിഞ്ഞ് ചത്തുപോയി ഇവൾ ആരെ കൂട്ടി പോകുന്നത്. അംഗൻവാടിയിൽ എത്തിയപ്പോഴേക്ക് പൂക്കളൊക്കെ ഇങ്ങനെ പൂത്തൊലിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഞാൻ എടുത്ത. പക്ഷെ നമ്മുടെ കണ്ണിൽ കാണുന്ന ഒരു ഭംഗിയില്ല കേട്ടോ, ക്യാമറയിൽ കാണുമ്പോൾ. നമ്മൾ കൊച്ചിനെ കൂട്ടാൻ പോയപ്പോൾ ഞാൻ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ അങ്ങനെ നിൽക്കുകയായിരിക്കും. എനിക്കൊരു കൊറിയർ വരാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ആളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഗൈസ്. സമാധാനം, സ്വസ്ഥം. ബൈ ബൈ.